അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ചോദിച്ചുകൊണ്ട് ഒരു മൂത്ത മോളും ഉണ്ട്. ചോദിച്ചിട്ട് പറയണില്ല, ഒരു കൂസലും ഇല്ല. കൊച്ചൻ്റെ അച്ഛൻ ചോദിച്ചു പറയുന്നുണ്ട്, കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങോട്ട് പോയെന്ന് കണ്ടില്ല, അങ്ങനെ പറഞ്ഞവള്. ആ വരും, എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൂടി കൊടുക്കും. എപ്പോഴും ഇല്ല, മാസത്തിലൊക്കെ. ഇല്ല, അങ്ങനെ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായുള്ളൂ. ഞങ്ങള് ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ ഇങ്ങോട്ട് വിടന്ത് പിള്ളേരെ ഇവിടെ അടുത്താക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടണാരനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പമില്ല. ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ള ഇതാണ്. അവൻ സ്നേഹത്തിലല്ല. ആ തല്ലും, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കന്നത്തടിക്കും, അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. പറയാനോ തല്ലൂന്നൊക്കെ പറയുള്ളൂ. ഈ പണി ചെയ്ത് വെച്ചിട്ട് പിന്നെ അവള് മിണ്ടിയിട്ടില്ല. ഇവിടെ വന്ന് കയറി, ഇവിടെ ഈ പെരയിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവര് പോലീസിനെ അറിയിച്ച്. പോലീസുകാർ വന്നപ്പോഴാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും പറഞ്ഞില്ല. മുൾക്കുളത്ത് ഇവിടെയും കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ വന്ന് ഇറങ്ങിയ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞാണ് ഞങ്ങളറിയണത്. ഇവിടെ പറഞ്ഞില്ല. പറഞ്ഞത് കൊച്ചിനെ എനിക്ക് ഓർമ്മയില്ലാന്ന് പോലീസുകാരോട് പറയുന്നു. ഞങ്ങളോട് പറഞ്ഞു ബസ്സിൽ ഞാൻ ഇറങ്ങിയപ്പോ പിന്നെ കൊച്ചിനെ കണ്ടില്ലാന്ന്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സന്ധ്യയുടെ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. 3 വയസ്സുകാരിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തുമ്പോൾ ചർച്ചയാകുന്നത് ആ അമ്മയുടെ ക്രൂരതയാണ്. പുലർച്ചെ 2:20 മൃതദേഹം കണ്ടെത്തിയത്. മറ്റക്കുഴി സ്വദേശി സുഭാഷിന്റെ മകൾ കല്യാണിയാണ് തിങ്കളാഴ്ച വൈകിട്ട് കാണാതായത്. ഇന്നലെ വൈകിട്ട് 3:30 അങ്കണവാടിയിൽ നിന്നും അമ്മ കല്യാണിയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ സംഭവിച്ചതെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തുന്നു. തെരച്ചിൽ തുടങ്ങി 3 മണിക്കൂറിനുള്ളിലാണ് സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത്. ഭർത്തൃ വീട്ടിൽ യുവതിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സന്ധ്യയുടെ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം സന്ധ്യയുടെ ഭർത്താവ് സുഭാഷ് തള്ളിക്കളയുകയാണ്. ഈ കുഞ്ഞിന്റെ കല്യാണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കല്യാണിയുടെ സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, കഥകൾ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം ഈ കുഞ്ഞിനെ കാണാനില്ലെന്ന് വാർത്ത വന്നതിന് പിന്നാലെ തന്നെ രാത്രിയോടുകൂടി വലിയ രീതിയിലുള്ള തെരച്ചിലുകൾ നടന്നു. കുഞ്ഞി ആരോ തട്ടിക്കൊണ്ടുപോയെന്ന രീതിയിലായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വിവരമെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെന്ന വിവരം ലഭിക്കുന്നു. സ്കൂബ ടീം ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നു. പക്ഷെ അതിനുശേഷം പല രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് ഈ അമ്മ സന്ധ്യയെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭ്യമായിരിക്കുന്നത്? ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഇന്നലെ വൈകുന്നേരം 3:30 കൂടിയാണ് ഈ അമ്മ അംഗൻവാടിയിൽ നിന്നും കുഞ്ഞിനെ വിളിച്ച് തിരുവാങ്കുളത്തു നിന്നും ആലുവ വരെ എത്തുന്നത്. ആലുവയിലാണ് ഇവരുടെ വീട്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഏത് സമയത്താണ് എന്നുള്ള കാര്യത്തിലായിരുന്നു പോലീസിന് വ്യക്തതയില്ലാതിരുന്നത്. അതേസമയം ഈ കുഞ്ഞിനെ വൈകുന്നേരം 6 മണിക്കാണ് അവർ പുഴയിലേക്ക് എറിഞ്ഞത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുന്നുണ്ട് എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആ ഒരു കണക്കുകൂടി
എടുക്കുമ്പോൾ 4.5 മണിക്കൂറാണ് കുഞ്ഞ് വെള്ളത്തിൽ തന്നെ കിടന്നത്. 4.5 മണിക്കൂറിനുള്ള തെരച്ചിലിനൊടുവിലാണ് പോലീസ് കുഞ്ഞിനെ കണ്ടെത്തിയത്. വൈകുന്നേരം അമ്മ ആദ്യം പറയുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നാണ്. അതായത് ആലുവയിൽ വെച്ച് ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നാണ് അമ്മ ആദ്യം പറയുന്നത്. അതിനുശേഷമാണ് പലതരത്തിൽ മൊഴി ഇങ്ങനെ സന്ധ്യ മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. സന്ധ്യയുടെ മൊഴി കണക്കിലെടുത്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു പോലീസിന്. അങ്ങനെയാണ് അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത ശേഷമാണ് ഒടുവിലാണ് അമ്മ, അതായത് അമ്മയും കുഞ്ഞും തിരുവാങ്കുളത്തു നിന്ന് പോകുന്ന ദൃശ്യം പോലീസിന് ലഭിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു. അതിനുശേഷമുള്ള ദൃശ്യങ്ങളിൽ അമ്മ മാത്രമേ ഉള്ളൂ, കുഞ്ഞില്ല. അതിൽ നിന്നുമാണ് പോലീസ് ഇതിൽ അപാകതം മണക്കുന്നതും തുടർന്ന് ചോദ്യം ചെയ്യലിന്റെ മോഡ് മാറ്റിയ ശേഷമാണ് ഈ തരത്തിൽ അമ്മ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ള ഒരു മൊഴി നൽകുന്നത്. തുടർന്നാണ് പോലീസ്, കാരണം അമ്മയെ വിശ്വസിക്കുക എന്നുള്ള കാര്യം മാത്രമേ പോലീസിന് മുന്നിൽ അപ്പോഴുള്ളൂ. തിരച്ചിൽ ഈ മൂഴിക്കുളം പാലത്തിന്റെ സമീപത്ത് തിരച്ചിൽ ആരംഭിക്കുന്നു. രാത്രിയിൽ പോലീസും നാട്ടുകാരും സ്കൂബ ടീമും പ്രദേശത്തുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് തന്നെയാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. രാത്രി 4.5 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിന്റെ മൃതദേഹം അമ്മ പറഞ്ഞെടുത്ത് തന്നെ, അമ്മ കുഞ്ഞിന് വെള്ളത്തിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞെടുത്ത് തന്നെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ തൂണിന്റെ താഴ്വശത്ത് മരച്ചില്ലയിൽ ഉടക്കി കിടക്കുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം. 3.5 വയസ്സുള്ള കുഞ്ഞാണ്. ടോം സൂചിപ്പിച്ച പോലെ കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും കുടുംബ പ്രശ്നത്തിൽ ഭർത്താവിനോട് പോലെ എന്തിനാണ് കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ആജ്ഞയിലേക്ക് വരാൻ ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? സംസ്കാരം എങ്ങനെയാണ്? നമുക്ക് രാവിലെ ഇന്ന് ഈ മൂഴിക്കുളത്തെ കല്യാണിയുടെ വീട്ടിൽ ഡാനി പോയിരുന്നു. ഏറെ വൈകാരികമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ബന്ധുക്കളൊക്കെ എങ്ങനെയാണ് ഈ സംഭവത്തോട് പ്രതികരിക്കുന്നത്? ഡാനി. ടോം, നമ്മൾ തിരുവാണിയൂരുള്ള കല്യാണിയുടെ പിതാവിൻ്റെ വസതിയിലേക്കാണ് എത്തുന്നത്. അവിടെ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ എല്ലാം തന്നെ അവരെ ചേർത്ത് വെച്ചിരുന്ന കല്യാണിയുടെ പിതാവിൻ്റെ കുടുംബങ്ങൾ, അവരുടെ സമീപവാസികൾ, ഇവർക്കെല്ലാം നല്ല ഓർമ്മകൾ ആണ് ഈ കുരുന്നും എല്ലാം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായിട്ട് തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. കല്യാണിയുടെ പിതാവ് തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവർ ഈ രീതിയിൽ ഒരു മാനസിക വിഷയമുള്ള ഒരാളാണ് അമ്മ എന്നൊന്നും തനിക്ക് തോന്നിയിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കല്യാണിയെ പഠിച്ചിരുന്ന അതേ ഡേ കെയറിലേക്ക് പോയിരുന്ന അവിടുത്തെ അംഗനവാടിയിലെല്ലാം തന്നെ പോയിരുന്നു. അവരെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസമാണ് അംഗനവാടി ടീച്ചർ പറയുന്നത് അവരുടെ കയ്യിൽ നിന്നാണ് മാതാവ് ഈ കുട്ടിയുമായിട്ട് കടന്നു പോകുന്നത്. അതിൻ്റെ എല്ലാം നടുക്കം എല്ലാവരിലും തന്നെയുണ്ട്. കാരണം ആ കുട്ടി കളിച്ച് ചിരിച്ച് നടന്ന ആ വഴികളിലാണ് ഇന്നിപ്പോൾ ചേതനേറ്റ ശരീരവുമായിട്ട് അവിടേക്ക് തിരിച്ചു പോകുന്ന നാട്ടുകാർ അവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നു. ഇപ്പോൾ ഡാനിയിലേക്ക് വരാം. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. ആജ്ഞ, സന്ധ്യ, കുഞ്ഞിന്റെ അമ്മ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സന്ധ്യ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി? മാത്രമല്ല അവർക്ക് മാനസികമായ വിഭ്രാന്തി ഉണ്ട് എന്ന് കുടുംബം തന്നെ പറയുന്നുണ്ട്. പോലീസ് ഈ കാര്യം പരിശോധിക്കുന്നുണ്ടോ? സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവരുടെ അമ്മ അല്ലി പറയുന്നത് നേരത്തെ തന്നെ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ സ്വയം മറന്ന് ആളുകളോട് പെരുമാറുന്ന സ്വഭാവം ഇവർക്ക് സന്ധ്യയ്ക്കുണ്ട് എന്ന് തന്നെയാണ്. അതായത് കൈ കിട്ടുന്നൊക്കെ തല്ലിപ്പൊട്ടിക്ക് ആളുകളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്ന തരത്തിലേക്ക് ദേഷ്യം വരുന്ന തരത്തിൽ അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ അമ്മ അല്ലി നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ്. അതേസമയം ഭർത്താവ് സുഭാഷ് പറയുന്നത് അത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് ബുദ്ധി ഭയങ്കരമായുണ്ട്, ബുദ്ധി കൂടുതലാണ്, കൂർമ്മ ബുദ്ധിയാണ്, അത്തരത്തിൽ അവര് ഈ ബുദ്ധിയുടെ കൂടുതൽ കൊണ്ട് കുടിലത കാണിക്കാറുണ്ട് എന്നാണ്
ഭർത്താവ് പറയുന്നത്. രണ്ടുപേരുടെയും തരത്തിലുള്ള ബൈറ്റുകൾ വ്യത്യസ്തമാണ്, പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. എന്നിരുന്നാൽ പോലും മാനസികാരോഗ്യ വിദഗ്ധൻ വന്നിട്ട് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലുണ്ടാകും, ഇക്കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി ഉണ്ടായ ശേഷം മാത്രമേ സന്ധ്യയ്ക്ക് നേരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളതെങ്കിൽ പോലും ഏതൊക്കെ വകുപ്പുകളിലാണ് കേസെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ അത് സാധ്യത ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഇവിടെ 3 മണിക്ക് SP മാധ്യമങ്ങളോട് പ്രതികരിക്കും. അതിനുശേഷമേ സന്ധ്യയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. വൈദ്യപരിശോധനയ്ക്ക് ശേഷമേ കോടതിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് സന്ധ്യയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ, അതായത് മുൻപും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. നേരത്തെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ മൂത്ത കുട്ടി കാശി എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയുണ്ട്, അവന്റെ തലയിൽ ടോർച്ച് വെച്ച് അടിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. കൊല്ലാൻ എന്നുള്ളതാണോ ടോർച്ച് വെച്ച് അടിച്ചാൽ മാരകമായ മുറിവ് കുഞ്ഞിന്റെ തലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഐസ്ക്രീമിൽ വിഷം ചേർക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഈ മരിച്ച കല്യാണി എന്ന് പറയുന്ന ഈ മകളുടെ നെഞ്ചിൽ നേരത്തെ കൈ ചുരുട്ടി ഇടിക്കുകയും അത് വലിയ അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത തരത്തിലേക്കുള്ള ആക്രമണങ്ങളൊക്കെ 3.5 വയസ്സുകാരുടെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കണ്ടമാനം ഉപദ്രവിക്കുന്ന ഒരു അമ്മ തന്നെയായിരുന്നു. അമ്മയോടൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ അമ്മയോട് ഇഷ്ടത്തോട് സംസാരിക്കാനോ കുഞ്ഞുങ്ങൾ തയ്യാറായിരുന്നില്ല. കുഞ്ഞുങ്ങളെയും സന്ധ്യയ്ക്കും ഇഷ്ടമായിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള മൊഴികളാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നലെ പോലീസ് അങ്ങേയറ്റം കുഴഞ്ഞു മറിഞ്ഞാണ് ഒടുവിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ആദ്യമൊക്കെ ഈ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാട് മുഴുവൻ അതിന് പിന്നാലെയായിരുന്നു. കുഞ്ഞിനെ കണ്ടെത്താനാകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ അത് പിന്നീട് ഈ മൂഴിക്കുളം പാലത്ത് നിന്ന് കുഞ്ഞിനെ താഴേക്ക് ഇട്ടു എന്ന് പറയുന്ന അമ്മയുടെ മൊഴി മുഴുവൻ മാറുകയായിരുന്നു. കാരണം കാണാതാകുമ്പോൾ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പടർന്നതാണ്. കാരണം നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിൽ വന്നൊരു സംശയം അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ കുഞ്ഞ് കാണാതെ പോയി എന്ന രീതിയിലുള്ള ഒരു സംശയമായിരുന്നു തുടക്കത്തിൽ വന്നത്. പക്ഷേ ഈ സന്ധ്യയുടെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടായിരുന്നോ? ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നൊരു സംശയം ഏതെങ്കിലും ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നോ? ടോം, ഈ ഭർത്താവിന്റെ മൊഴി അനുസരിച്ചിട്ട് നേരത്തെയും കുഞ്ഞുങ്ങളെ ഈ വീട്ടിൽ, അതായത് സന്ധ്യയുടെ വീട്ടിൽ കൊണ്ടുപോയ സമയത്താണ് കുഞ്ഞിന്റെ നേരെ ടോർച്ച് കൊണ്ട് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവിടെ നിർത്താറില്ലായിരുന്നു എന്ന് സന്ധ്യയുടെ ഭർത്താവ് സുഭാഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പ്രിക്കോഷൻസ് കുഞ്ഞുങ്ങളുടെ നേരെ ഉണ്ടാവാതിരിക്കാൻ എടുത്തിരുന്നു വീട്ടുകാർ എന്നുള്ള കാര്യവുമാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്? സന്ധ്യയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ പറയുന്ന ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലാണോ? നിരന്തര ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു. സുഭാഷിന്റെ ഭാഗത്തു നിന്നും ഭാര്യയെ മർദ്ദിക്കുകയും അതുപോലെ മാനസിക സംഘർഷത്തിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പീഡനങ്ങൾ സുഭാഷിന്റെ അമ്മയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നും ഈ അല്ലി, അതായത് സന്ധ്യയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. മദ്യപിച്ചിട്ട് ഇദ്ദേഹം നന്നായി സന്ധ്യയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ഗാർഹിക പീഡനത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലൊരു മാനസിക ബുദ്ധിമുട്ട്, മാനസിക വ്യഥ അവർക്കുണ്ടായത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. അതല്ല ഇവര് മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാളായി അഭിനയിക്കുകയാണോ എന്നുള്ള കാര്യത്തിലും ക്ലാരിറ്റി വരാനുണ്ട്. ഏതായാലും മാനസികാരോഗ്യ വിദഗ്ധൻ എത്തിയ ശേഷം അത്തരം പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ സന്ധ്യയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. എന്തായാലും നിലവിൽ സന്ധ്യയുള്ളത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎസ്പി എത്തിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. എന്നിരുന്നാൽ പോലും ടോം സൂചിപ്പിച്ചതുപോലെ ആലുവയിൽ നേരത്തെ കുഞ്ഞുങ്ങളെ കാണാതായിരുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസുകൾ, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആശങ്കയായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിവൈഎസ്പി നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎസ്പി സ്ഥലത്തെത്തി വിശദമായി സന്ധ്യയെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും എന്താണ് കൊലപ്പെടുത്താനുള്ള കാരണം, ഇവർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ
തുടങ്ങിയ കാര്യങ്ങളൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇനി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കണം. ഒരു മനോരോഗ വിദഗ്ധനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അവരെ പരിശോധിക്കണം. മാനസികമായ പ്രശ്നങ്ങൾ സന്ധ്യയ്ക്കുണ്ടോ എന്ന് ചോദിച്ചറിയണം. പക്ഷേ ഈ സന്ധ്യയുടെ അമ്മ പറയുന്നതനുസരിച്ച് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന, ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമാണ് സന്ധ്യയുടേത്. പലപ്പോഴും ഭർത്തൃ വീട്ടിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആജ്ഞാരവിന്ദനിലേക്ക് വരാം. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഡാനി, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? ഇനി എപ്പോഴാണ് ഈ കുഞ്ഞിന്റെ, കല്യാണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2:30 മണിയോടുകൂടി ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കല്യാണിയുടെ പിതാവിന്റെ കുടുംബമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അവർക്കാണ് മൃതദേഹം കൈമാറുന്നത്. അവരാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളടക്കമെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം തന്നെ ഇത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മറ്റ് നേരത്തെ വന്നിട്ടുള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കൂടി നിർവഹിക്കാനുണ്ടായിരുന്നു. എങ്കിലും ഇതൊരു അടിയന്തര സ്വഭാവത്തോടുകൂടി, പ്രാധാന്യത്തോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ്. അതിന്റെ ഒരു ഗൗരവത്തോടു വളരെ പെട്ടെന്ന് പിന്നീട് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പിന്നീട് പെട്ടെന്ന് എടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുകയും ചെയ്യും. തുടർന്ന് തിരുവാണിയൂരുള്ള കല്യാണിയുടെ പിതാവിന്റെ വസതിയിലേക്ക് അവിടേക്ക് കൊണ്ടുപോകും. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായ ഒരു സമയത്തിനുള്ളിൽ തന്നെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്ന വീട്ടുകാർ. നേരത്തെ അത് പറയുകയും ചെയ്തിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ കുട്ടിയുമായിട്ട് വളരെ അടുപ്പം ചുറ്റുപാടും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. വളരെ വൈകാരികമായ നിമിഷമായിരുന്നു അവിടേക്ക്. ഇന്ന് രാവിലെ എല്ലാം തന്നെ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുശേഷമാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങുകയും ചെയ്യാൻ 4 മണിക്ക് തന്നെയാണ് അവിടെയുള്ള പൊതു ശ്മശാനത്തിൽ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, ഡാനി നേരത്തെ ഈ കല്യാണിയുടെ പിതാവ് സുഭാഷുമായി സംസാരിച്ചതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? കാരണം ഈ സന്ധ്യയ്ക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നു. ഈ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തും എന്ന ഭയത്തെ തുടർന്ന് സന്ധ്യയുടെ വീട്ടിൽ പോകാൻ കുട്ടികളെ അനുവദിക്കാറില്ലായിരുന്നു എന്നാണല്ലോ പറഞ്ഞ് മാധ്യമങ്ങളോട് അദ്ദേഹം സൂചിപ്പിച്ച കാര്യം. എന്താണ് ഈ സന്ധ്യയുടെ ഭർത്തൃ വീട്ടുകാർ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം? അങ്ങനെ ഒരു സ്ഥിരമായി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതമാണോ സന്ധ്യയുടേത്? ഇതിനു മുൻപ് ഇതുപോലെ കുഞ്ഞുങ്ങളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ടോം, കല്യാണിയുടെ പിതാവിനോട് ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പലപ്പോഴായിട്ട് ഇത്തരം ഈ രീതിയിലുള്ള ഒരു ഉപദ്രവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചില രീതിയിൽ പലപ്പോഴും കുട്ടികളോടൊരു സ്നേഹമില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഈ സന്ധ്യയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മറിച്ച് ഒരു ആക്ഷേപം വന്നിരുന്ന ഒരു ഗാർഹികമായിട്ടുള്ള ഒരു പീഡനം, അല്ലെങ്കിൽ ഈ സന്ധ്യയ്ക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ടുകൾ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് ഏറ്റതായും എല്ലാം സന്ധ്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആക്ഷേപം. പക്ഷെ അതിനെല്ലാം തന്നെ അവിടെയുള്ളവർ പാടെ നിരാകരിക്കുകയാണ്. കാരണം അവിടെയുള്ളവർക്ക് വർഷങ്ങളായിട്ട് സുഭാഷിനെയും കുടുംബത്തെയും തന്നെ അറിയാം. മറ്റു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതടക്കം ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. കല്യാണി ഇവിടെ ഡേ കെയറിൽ പോയിരുന്നത്, അംഗൻവാടിയിൽ പോയിരുന്നിടത്തും രാവിലെ എത്തിയതാണ്. അവിടുത്തെ ടീച്ചർ പറയുന്നതും വളരെ മിടുക്കിയായ ഒരു കുട്ടി, വളരെ പ്രസന്നവതിയായ ഒരു കുട്ടി കല്യാണി. പക്ഷെ മാതാവ് പലപ്പോഴും അവിടേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ എത്താറുണ്ട്. പക്ഷെ അധികം ഒന്നും സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ് അവരെന്ന് പറയുന്നു. അങ്ങനെ വലിയൊരു അടുപ്പം ഈ അംഗനവാടിയൊക്കെ ആവുമ്പോൾ ടീച്ചർമാരുടെ വിശേഷങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമാണ് വീട്ടിൽ. പക്ഷെ അത്തരം ഒരു അടുപ്പം ഈ കുട്ടിയുടെ മാതാവിൽ നിന്ന് തങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഇതിൽ എന്താണ് കൃത്യമായി നടന്നിട്ടുള്ളത് എന്നത്
മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കേണ്ടതുണ്ട്. പോലീസും അത് തന്നെയാണ് പരിശോധിക്കുന്നത്. കാരണം ഇരു വീട്ടുകാരും ഇപ്പോൾ സത്യത്തിൽ വാദപ്രതിവാദങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഒരാൾ ഒരു ആരോപണവും ഉന്നയിക്കുന്നു, അതോടൊപ്പം തന്നെ പ്രത്യാരോപണമായ മറുഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ രണ്ട് വീട്ടുകാരുടെയും സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ, പറയുന്നതിൽ എന്ത് വാസ്തവമാണ് ഉള്ളത്? കുട്ടിയുടെ മാതാവിന്റെ വീട്ടുകാർ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കലഹവും എല്ലാം തന്നെ ഇതിന് കാരണമായിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഡിപ്രഷൻ അത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസാണ് ഇനി പറയേണ്ടത്. പരിശോധന നടത്തേണ്ടതും ചെയ്യേണ്ടതുമെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്, കാരണം ഈ മരണകാരണം എന്താണ് കൃത്യമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരു കൃത്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ, കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്ധ്യയെ, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ സന്ധ്യയുടെ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ഇപ്പോൾ സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവരെ മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. എത്ര വിധത്തിലുള്ള, കാരണം ഈ സന്ധ്യയുടെ കുടുംബം ന്യായീകരിക്കുന്നത് ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ പീഡനങ്ങൾ സന്ധ്യയ്ക്ക് കേൾക്കേണ്ടി വന്നു, ഗാർഹിക പീഡനം കേൾക്കേണ്ടി വന്നു. അതിൻ്റെ മനോവിഭ്രാന്തിയാകാം. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഒരു അമ്മയ്ക്ക് കഴിയുമോ? ഇതാണ് സ്വാഭാവികമായും ഈ കേരളത്തെ, ഈ നാടിനെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്.